ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ ഇങ്ങനെ വരുമ്പോൾ വിക്രം എഴുന്നേറ്റിട്ടില്ല കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ വേദ പതുക്കനെ വിക്രത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. വിക്രത്തിൻ്റെ ചെവിട്ടിൽ വന്നു കണ്ടിട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം ഉണ്ടാക്കുകയാണ്. വിക്രം ഇങ്ങനെ ഞെട്ടി ചാടി എഴുന്നേൽക്കാണ് കേട്ടോ. എൻ്റെ അമ്മോ എന്ന് പറഞ്ഞിട്ട് പേടിച്ച് കരച്ച് ഇങ്ങനെ നോക്കാൻ കേട്ടോ. അപ്പോൾ വേദന കണ്ടോടുകൂടിയിട്ട് വിക്രമിന് ദേഷ്യം വരും കേട്ടോ. നീയോ, നിനക്ക് വേറെ പണിയില്ലേടി എന്ന് ചോദിച്ചിങ്ങോട്ട് ദേഷ്യപ്പെടാണ്. അപ്പോൾ വേദ വന്നിട്ട് ഇങ്ങനെ വിക്രമിൻ്റെ അടുത്ത് നിന്നിട്ട് പറയും, ഒന്ന് പതുക്കനെ പറയും, ആ നന്ദിനി അടുത്ത് അവിടെ നിൽക്കുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള പ്രണയസല്ലാപ്പൊന്നും അവർ കേൾക്കണ്ട, കുശുമ്പാന്ന് പറയട്ടോ. ഓഹ്, നിനക്ക് നാണല്ലല്ലോടി എത്ര പറഞ്ഞാലും എന്ന് പറയാൻ കേട്ടോ. ഞാനതിനെ നാണിക്കുന്നത് ഭർത്താക്കന്മാരെടുത്ത് നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കിത് എന്തിൻ്റെ സൂക്കേടാന്ന് ചോദിക്കട്ടോ. ഓ, അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ സൂക്കേടിനുള്ള മരുന്നൊന്നും നിങ്ങളുടെ കയ്യിലില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയില്ല. നിൻ്റെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതേ നിങ്ങളൊരു കാര്യം അറിഞ്ഞോ എന്ന് ചോദിച്ചു കേട്ടോ. എന്ത്? അതെ, ചിത്രലേഖ ശശിധരൻ എന്ന് പറഞ്ഞ IPS ഉദ്യോഗസ്ഥ ചാർജ് എടുത്തിട്ടുണ്ട്. അതെ, നോക്കിക്കോ, പത്രത്തിൽ അവരൊരു കുറിപ്പൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്ത്? അവർ ഗുണ്ടകളുണ്ടല്ലോ, രാഷ്ട്രീയ ഗുണ്ടകളൊക്കെ നീക്കം ചെയ്യാൻ ആണ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയട്ടോ. നിങ്ങളുടെ പേരും വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, ശ്രീകാര്യ ശ്രീനിവാസൻ്റെ ഗുണ്ടയായിട്ടുള്ള വിക്രം സുധാകരൻ എന്ന് പറയട്ടോ. അപ്പോഴേക്കും വിക്രം വേഗം തന്നെ ആ പത്രം വാങ്ങിച്ചിങ്ങാണ്ട് അങ്ങനെ നോക്കുകയാണേ. അപ്പോൾ നോക്കി എല്ലായിടത്തും നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ വിക്രം ഇതിലൊന്നും ഇല്ലല്ലോ. ഇതിലൊന്നുമില്ല. ആദ്യം ഞാൻ പറഞ്ഞത് ശരിയാണ്, ചിത്രലേഖ ശശിധരൻ ചാർജ് എടുത്തിട്ടുണ്ട്. പക്ഷേ രണ്ടാമത് പറഞ്ഞില്ലേ, അത് ഞാൻ വെറുതെ പറഞ്ഞതാ, കയ്യിൽ നിന്ന് എടുത്തിട്ടതാന്ന് പറയട്ടോ. എന്തായാലും നിങ്ങളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. അവരുടെ ഒരു ഹിസ്റ്ററി നോക്കിയിട്ടുണ്ടെങ്കിലേ ഈ വക കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങളെ ശ്രീകാര്യ ശ്രീനിവാസൻ ഉണ്ടല്ലോ, സാമൂഹ്യദ്രോഹി, അയാളെ കൊടുക്കും ഉറപ്പായിട്ടും. ശ്രീനി സാറിന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞാൽ ഞാൻ പിന്നെയും പറയും, സാമൂഹ്യദ്രോഹി എന്ന് പറയൂട്ടോ. അങ്ങനെ പറയുമ്പോൾ വിക്രമിന് ദേഷ്യം വന്നിട്ട് ആ പത്രം എടുത്ത് ചുറ്റിങ്ങായിട്ട് വേദന ഓടിച്ചിടുകയാണ് കേട്ടോ. വേദ ഇങ്ങനെ ഓടി കയറിയിട്ട് ശ്രീജേടത്തിനെ പിടിക്കും. വിക്രമാണെന്നുണ്ടെങ്കിൽ തല്ലാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, ശ്രീജേടത്തി മാറി നിൽക്കും, ശ്രീജേടത്തി ഇവിടെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറയണേ. നന്ദിനിയാണെങ്കിൽ മുഖത്ത് വരലും വെച്ച് ഇതെന്തിട്ട് ഇവർ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും വേദ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് കേട്ടോ, ഞാൻ ഇനിയും പറയും സാമൂഹ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടുട്ടോ. അങ്ങനെ പുറത്തേക്ക് ഓടുന്ന വഴിക്ക് കമലാമ്മയും നമ്മളെ മാഷും കൂടി തൊടിയിൽ നിന്ന് വരുന്നുണ്ടാവും കേട്ടോ. അതേ വിക്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിങ്ങാട്ട് വേഗം ചെന്ന് ഇടിക്കുന്നത് മാഷ മേത്താണ് കേട്ടോ. മാഷ മേത്ത് പെട്ടെന്ന് ഇടിക്കുമ്പോൾ വിക്രം ഇങ്ങനെ ഓടി വരുന്നുണ്ട് തല്ലാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിക്രം അവിടെ നിൽക്കും. അപ്പോൾ നന്ദിനി ആണെന്നുണ്ടെങ്കിൽ തലയൊക്കെ ചോദിച്ചു, ഒശോ ദേ ഇടിച്ച് എന്ന് പറഞ്ഞിങ്ങാട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വേദയ്ക്ക് ഉണ്ടെങ്കിൽ ആകെ ഒരു ജാതിയാവട്ടെ. അപ്പോൾ കമല പറയും, എന്താ അത് ഈ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിലാണ് നിൻ്റെ ഒരു ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയട്ടെ. അപ്പോഴേക്കും നന്ദിനി ഓടി വന്നിട്ട്, അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്, ഇവിടെ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിക്രത്തിനെ സാമൂഹ്യദ്രോഹി എന്ന് വിളിച്ചിട്ട് ഓടിച്ചിട്ടാണ്. അപ്പോഴാണ് വിക്രമമുള്ള തല്ലാൻ പോയതെന്ന് പറയട്ടോ. അപ്പോൾ വേദ പറയും, അയ്യോ ഞാൻ വിക്രമിനെയല്ല വിളിച്ചത്, എന്തിടി നോണ പറയുന്നത്, ഞാൻ കേട്ടതല്ലേ വിളിക്കുന്നത്, ശ്രീജേടത്തിയും കേട്ടിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ ഇതും ഞാൻ നോണ പറഞ്ഞാണെന്ന് ശ്രീജേടത്തി പറയുമോ എന്ന് നോക്കിയാണ് കേട്ടോ. അപ്പോൾ വേദ പറയും, അല്ല ഞാൻ വിക്രമിനെയല്ല വിളിച്ചത് എന്ന് പറയട്ടോ. അപ്പോൾ വേദ വന്നിട്ട് പറയും, നിനക്ക് നാണയില്ലേ, നീയായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പാവം വിശ്വേട്ടൻ ജയിലിൻ്റെ പടിവാതിലും കൂടെ കണ്ടിട്ടില്ലേ, എന്നിട്ട് അതിന് 2 ദിവസം ജയിലിൽ കയറ്റിയത് നീയല്ലേ, നീ കാരണമല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിക്രം പറഞ്ഞു, അതിൻ്റെ അടുത്ത് ഇതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണത്, വെറുതെ അറിയാത്ത കാര്യങ്ങൾ പറയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിക്രം പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ശ്രീനി സാറിനാണ് ഇവള് സാമൂഹ്യദ്രോഹി എന്ന് വിളിച്ചത്, ശ്രീനി സാറിന് ആരും എന്ത് പറഞ്ഞാലും ഞാൻ അടിക്കും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മാഷു പറയാണ്, ആണോ, അങ്ങനെയാണെങ്കിൽ നീ എന്നെ അടിക്കടാ, ഇവള് സാമൂഹ്യദ്രോഹി എന്ന് വിളിച്ചതേ, ഈ കുട്ടി സാമൂഹ്യദ്രോഹി എന്ന് വിളിച്ചത് ശ്രീനിവാസനാണെന്നുണ്ടെങ്കിലേ ഞാൻ വിളിക്കുന്നു, അയാളെ സാമൂഹ്യദ്രോഹി തന്നെയാണ്, എന്നാൽ നീ എന്നെ അടിക്കുന്നു പറഞ്ഞിട്ടോ. അപ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് കമലാമ്മ എന്ന് പറയും, മാഷേ എന്തത് നോക്കിയിട്ടാ, പിന്നെ ഇവൻ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്, അയാൾ സാമൂഹ്യദ്രോഹി തന്നെയല്ലേ, മനുഷ്യന്മാരെയും കുടുംബത്തിനെയും സമൂഹത്തിനെയും ഒക്കെ ഓരോ ദിവസം തോറും അയാൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം പിന്നെ അയാൾ സാമൂഹ്യദ്രോഹി എന്നല്ലാതെ വേറെ എന്തെന്നാണ് വിളിക്കേണ്ടത്. പിന്നെ വിശ്വം ജയിലിൽ കിടന്നിട്ടുള്ളത് അത് വേദന കുറ്റം കൊണ്ടല്ല, ഇവൻ ഒരു നല്ല സ്വഭാവമുള്ള ഒരാളായിരുന്നെങ്കിലേ ഇവളുടെ വീട്ടുകാർക്ക് ഇത്രയ്ക്ക് നാണക്കേടുണ്ടാവില്ലായിരുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ബന്ധത്തിനെ അനുകൂലിക്കുകയും ചെയ്തേനെന്ന് പറയട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്നെ തല്ലാൻ വേണ്ടിയിട്ട് വന്നതല്ല അച്ഛാ വിക്രം, അങ്ങനെ ഒരിക്കലും എന്നെ അടിക്കൂലെന്ന് എനിക്ക് മുമ്പേ മനസ്സിലായിട്ടുള്ളതാണ്, ഞാൻ വെറുതെ തമാശയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ
വിക്രം എന്നെ പത്രം എടുത്തിട്ട് വെറുതെ അടിക്കാനായിട്ട് ഓടി വന്നതാണ്, അല്ലാതെ വിക്രം ഒരിക്കലും എന്നെ തല്ലൂല അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രത്തിനെ ന്യായീകരിക്കുന്നുണ്ട്. ഞാൻ ഓടി വന്നപ്പോൾ അച്ഛനെ അറിയാതെ ഇടിച്ചതാണ്, സോറി എന്ന് പറയട്ടോ. അപ്പം മാഷ് പറയും അത് സാരമില്ല, ഈ വീട്ടിൽ എൻ്റെ മക്കളെ കളിയും ചിരിയും ഒക്കെ ചെറിയ രീതിയിൽ കേൾക്കുന്നതുകൊണ്ടൊന്നും എനിക്കൊരു വിഷമവും, അതെനിക്ക് സന്തോഷം തന്നെയാണ് എന്ന് മാഷ് ഇങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും, കമലാമ്മയ്ക്കൊക്കെ സന്തോഷമാവും. അങ്ങനെ മാഷ് അവിടെ നിന്ന് പോട്ടോ. നന്ദിനി മാത്രം ഇങ്ങനെ ചുണ്ടുകൂടിയ പോലെ പിന്നെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണേ. നന്ദിനിയെ നോക്കിയിട്ട് വേദ ഇപ്പം എന്തായി എന്ന് ചോദിക്കട്ടോ. അയ്യേ എന്ത് എന്ന് പറയട്ടോ. അതിന് ശേഷം വേദ വിക്രമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വീണ്ടും സാമൂഹ്യദ്രോഹി എന്ന് വിളിക്കുകയാണേ. എന്നിട്ട് ഒറ്റ പോക്ക് പോകുകയാണ് കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ നന്ദിനി വന്നിട്ട് പറയും, ഓഹ് ഈ കണക്കിന് പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാര്യം, നീ ഒരു ഗുണ്ടയാണോടാ, നീയേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ നീ ഒരു പെൺകോന്തനായി മാറും, നിൻ്റെ പേര് ഗുണ്ടാന്നല്ല ഉണ്ടാന്നോ മറ്റോ ഇടേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നന്ദിനി കളിയാക്കിക്കൊണ്ട് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് വേദ ഓഫീസിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ശ്രീജ വരികയാണ്. ശ്രീജ ചോദിക്കും, വേദ ഓഫീസിലേക്കാണോ? ആ അതെ അതെ ശ്രീജ എടുത്തി എന്ന് പറയട്ടോ. അപ്പോൾ എന്തോ ശ്രീജ എടുത്തിക്ക് എന്നോട് പറയാനുണ്ടല്ലോ, എന്താ? അത് പിന്നെ ഞാൻ അപ്പോഴത്തെ ആ ഒരു വിഷമത്തിൻ്റെ ഉള്ളിൽ വേദനയോടൊരു താങ്ക്സ് പോലും പറഞ്ഞില്ല. വേദ വിശ്വേട്ടനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയെന്ന് എനിക്കറിയാം. അതൊന്നും ആവശ്യമില്ല ശ്രീജേടത്തി, നമ്മൾ തമ്മിൽ എന്തിനാണ് അങ്ങനെയൊക്കെ എന്ന് പറയട്ടോ. പക്ഷേ എന്നാലും ഒരു സോറി പറയാതിരിക്കാൻ പറ്റില്ല. സോറിയോ? അതെന്തിനാ സോറി എന്ന് പറയും. അല്ല, ഞാൻ ആ സമയത്ത് വിശ്വേട്ടൻ ജയിലിൽ പോയപ്പോൾ പുറത്തിറക്കാൻ പറ്റാതായപ്പോൾ വേദനയോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് എന്ന് പറയും. അപ്പോഴത്തെ വിഷമത്തിൽ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല എന്ന് പറയും. അപ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്കറിയാം ശ്രീജേടത്തെ മനസ്സിൽ എന്നോട് ദേഷ്യമോ സങ്കടമോ അങ്ങനെയൊന്നുമില്ല. അപ്പോഴത്തെ ശ്രീജേടത്തിൻ്റെ ഒരു സങ്കടം കൊണ്ട് പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ശ്രീജേടത്തി. നിങ്ങൾക്കൊരു ധൈര്യം പോലും എന്നോട് ദേഷ്യമില്ല എന്ന് പറയട്ടോ. അപ്പോൾ ശ്രീജ പറയും, അത് ശരിയാ, എനിക്ക് വേദനയോട് ദേഷ്യമൊന്നുമില്ല, മറിച്ച് എനിക്ക് വേദന ഇഷ്ടമാണ് എന്ന് പറയട്ടോ. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, എന്നാലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വേദ സത്യം പറയോ? ഞാൻ എന്തിനാണ് ശ്രീജേടത്തിനോട് കള്ളം പറയുന്നത്? എനിക്ക് ശ്രീജേടത്തിന് മുന്നിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല. എന്നോട് കള്ളം പറയില്ല എന്നറിയാം. എന്നാലും വേദ എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഒറ്റയ്ക്ക് പിടിച്ചു നിന്നത്? വേദയ്ക്ക് ഈ വീട്ടിൽ ആരും കൂട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആ സമയത്തൊന്നും വേദ ധൈര്യം കൈവടിയണത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ വേദ പറയും, അങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്തായി? അവസാനം എല്ലാവരും എന്നെ സ്നേഹിച്ചു തുടങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പിണങ്ങി നിന്നിരുന്ന അച്ഛൻ വരെയാണെങ്കിൽ എന്നെ സ്വീകരിച്ചില്ലേ എന്ന് ചോദിക്കും. അതെങ്ങനെയാണ് അത്ര ധൈര്യം വേദയ്ക്ക് കിട്ടിയത്? അന്ന് വരുമ്പോൾ ഒരാൾ പോലും വേദയ്ക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നില്ല, എന്നിട്ട് ഈ വീട്ടിൽ പിടിച്ചു നിന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതൊക്കെ ഒരു ധൈര്യത്തിൽ അങ്ങ് നിന്നതാണ് ശ്രീജേടത്തി. ഇപ്പം എല്ലാവരും എന്നെ സ്നേഹിക്കുന്നില്ലേ, അമ്മയും അച്ഛനും ശ്രീജേടത്തിയും ഒക്കെ. പക്ഷേ എന്നാലും ഭർത്താവിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ പറ്റൂ? ഈ വീട്ടിൽ ഞാൻ വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, പക്ഷേ വിശ്വേട്ടൻ എനിക്ക് കൂട്ടുണ്ടായിരുന്നു. പക്ഷേ വിക്രം ഇപ്പോഴും ഇടങ്ങി തന്നെയല്ലേ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണേ. അന്നേരം വേദ പറയുന്നുണ്ട്, ശ്രീജേട്ടത്തിനോട് ആര് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഇഷ്ടമില്ലാന്ന്? ഞങ്ങൾ തമ്മിൽ പ്രണയമുണ്ട്, പക്ഷെ അത് ആർക്കും മനസ്സിലാവില്ല എന്നുള്ളൂ. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ ഒരുപാട് വർഷം പ്രണയിച്ച് കല്യാണം കഴിക്കുന്നില്ലേ, അതുപോലെ ഞങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജീവിതം വേണ്ടേ? എനിക്ക് മനസ്സിലായി ശ്രീജേടത്തി എന്താ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ച് തുടങ്ങിയിട്ടില്ല എന്നല്ലേ. അപ്പോൾ ശ്രീജ പറയും, അതൊരു ആവശ്യമായിട്ടുള്ള കാര്യമല്ലേ, അതൊക്കെ നടക്കും. ഞങ്ങളിപ്പോൾ പ്രണയത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ്. അത് കഴിയുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവും ശ്രീജേടത്തി നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് വേദ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ വിക്രം വരുന്നേ, വിക്രത്തിനെ മൈൻഡ് ചെയ്യാതെ വേദ ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നീ ഓഫീസിലേക്കാണോ? എന്നാൽ വായോ, ഞാനത് വഴി കൊണ്ടുവന്നാക്കി തരാം. എന്നെയോ എന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അല്ല, ഞാൻ സ്വപ്നം കാണുന്നത് വല്ലതാണോ എന്ന് ചോദിച്ചതാ, തമാശ പറഞ്ഞു നിൽക്കുക, അതൊക്കെ കയറി വേണേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വേദനയോട് പറയുകയാണ്, എനിക്ക് തിരക്കുണ്ട് എന്ന് പറയും. അങ്ങനെ വേദന കൊണ്ടുവന്നാക്കി കൊടുക്കൂട്ടോ. ഓഫീസിൽ വരുമ്പോൾ എല്ലാവരും വേദന അഭിനന്ദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സോഫി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരിനെ വേദന അവിടേക്ക് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ സോഫി പറയുന്നുണ്ട്, എന്തായാലും ഓഫീസിൽ വേദ കസറി അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെയൊന്നുമില്ല, ആദ്യത്തെ ഒരു കേസല്ലേ, 2 തവണ പൊട്ടിപ്പോയതിൻ്റെ ഒരു ടെൻഷനും വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാനേ. അപ്പോൾ മറ്റുള്ളവർ പറയുന്നുണ്ട്, ഞങ്ങൾ ആദ്യമായിട്ടൊരു കേസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല, അവധി പറയാൻ വേണ്ടി മാത്രമാണ് കോടതിയിലേക്ക് ചെന്നിരുന്നത്. എന്തായാലും വേദയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ല. പക്ഷേ ചക്രപാണി സാറിനോട് നേരിട്ട് ഹാജരാവാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ സാർ എന്നോട് തന്നെ ഹാജരാവാൻ പറഞ്ഞു. അപ്പോൾ സോഫി പറയുന്നുണ്ട്, എന്തായാലും ഭർത്താവിൻ്റെ ചേട്ടനെ വാദിച്ച് രക്ഷപ്പെടുത്തിയല്ലോ, അതും സ്വന്തം ചേട്ടൻ്റെ കസ്റ്റഡിയിൽ നിന്ന്, അതേതായാലും നല്ലതാ. അപ്പോൾ വേദ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ വാദിച്ചത് കൊണ്ടൊന്നുമല്ല, ശ്രീയേട്ടൻ പെട്ടെന്ന് എന്തുകൊണ്ടാണ്
കേസിൽ നിന്ന് പിന്മാറിയതെന്ന് എനിക്ക് എത്ര വിശ്വസിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്ന് പറയണേ. അതിൻ്റെ പിന്നിൽ എന്തോ ഒന്നുണ്ട് എന്നൊക്കെ പറയും. പിന്നെ ചക്രപാണി സാറ് വേദനെ വിളിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ സാറിൻ്റെ അടുത്തേക്ക് വേദ ചെല്ലുകയാണ്. എന്താ സാർ കാണണമെന്ന് പറഞ്ഞു ചോദിക്കാൻ കേട്ടോ. ഇരിക്കും വേദ ഇരിക്കും എന്ന് പറയും കേട്ടോ. അന്ന് ഇരിക്കും. എന്തായാലും ഫസ്റ്റത്തെ കേസ് തന്നെ ജയിക്കാൻ പറ്റിയല്ലേ എന്ന് പറയാൻ കേട്ടോ. ജയിക്കാൻ പറ്റി സാർ, പക്ഷെ അതത്ര എനിക്ക് മനസ്സിലായി. ശ്രീകാന്ത് കേസ് പിൻവലിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കേസ് വാദിച്ച് കൊണ്ടൊന്നുമല്ല ഈ ഒരു കേസ് ജയിച്ചത് എന്ന് പറയും. ശരിയാണ്, അതിൻ്റെ പിന്നിൽ എന്തോ കാര്യമുണ്ട്. കേസ് പിൻവലിക്കാനായിട്ട് ശക്തമായിട്ടുള്ളൊരു കാരണം ശ്രീകാന്തിൻ്റെ മുന്നിൽ വന്ന് പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ശ്രീകാന്ത് അങ്ങനെ ചെയ്തതെന്ന് പറയും. പിന്നെ പറയുന്നുണ്ട്, അതെ വേദ ഇവിടെ വന്നപ്പോൾ, ജോലിക്ക് വന്നപ്പോൾ ഞാൻ ജഡ്ജി ശങ്കരനാരായണൻ്റെ മകളാണെന്ന് മാത്രമേ അറിയുള്ളായിരുന്നു. പക്ഷേ വിക്രത്തിൻ്റെ ഭാര്യയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ വേദ ഒന്നും ഇടുന്നില്ല. അതിന് ശേഷം പറയുന്നുണ്ട്, പിന്നെ ശ്രീനിവാസൻ്റെ കേസുകളൊക്കെ വാദിക്കുന്നതേ നമ്മളാണ് കേട്ടോ എന്ന് പറയും കേട്ടോ. ആണോ, അങ്ങനെയാണെങ്കിൽ ഇനി ആ കേസുകളൊക്കെ എനിക്ക് വേദനയേൽപ്പിക്കാലോ അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അയ്യോ അത് പിന്നെ സാർ, അല്ല ശ്രീനിവാസൻ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേദന കാര്യം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും വിക്രം ശ്രീനിവാസൻ സാറിൻ്റെ കൂടെ നിൽക്കുന്നത് വേദയ്ക്ക് ഇഷ്ടമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് വിക്രത്തിനൊന്നും പിന്തിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? ഏതൊരാളായാലും ഭർത്താവ് ഗുണ്ടയായി മാറാൻ ആരും ആഗ്രഹിക്കില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അതും ശരിയാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. വിക്രമിൻ്റെ അന്നത്തെ കേസ് ഉണ്ടല്ലോ, അത് വാദിച്ചത് ഞാനാണെന്ന് പറയട്ടോ. സാറോ എന്ന് ചെയ്യാം. അതെ. അപ്പോൾ ആ കേസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ടോ? സാറിനത് ഓർമ്മയുണ്ടോ? എനിക്കത്ര ഓർമ്മയൊന്നുമില്ല. ഒരു മയക്കുമരുന്ന് കേസാണെന്ന് എനിക്കറിയാം. പക്ഷേ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഞാനതൊക്കെ ഒന്ന് നോക്കിക്കോട്ടെ. അതിനെന്താ, വേദം നോക്കിക്കോളൂ, അതൊക്കെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശരി സാർ, താങ്ക് യു സാർ എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ വേദനോട് കുറച്ച് കാര്യങ്ങളൊക്കെ, അവരുടെ ജോലിയുടെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം വേദ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് മാഷിങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. വേദ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ കമലാമ്മയാണെന്നുണ്ടെങ്കിൽ മാഷക്ക് ഒരു കട്ടൻ ചായ കൊണ്ടു കൊടുക്കുകയാണ്. ഇന്ന് മാഷേന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോഴേക്കും വേദ അങ്ങോട്ട് വന്ന് കയറുകയാണ് കേട്ടോ. അപ്പോൾ മാഷ് പറയുന്നതേ വേദയ്ക്ക് കൊടുക്ക്, വേദ മഴ നനഞ്ഞിട്ട് വന്നിരിക്കുകയല്ലേ, ചൂടുള്ള കട്ടനല്ലേ, വേദയ്ക്ക് കൊടുക്കാൻ പറയട്ടോ. അപ്പം കമലമ്മ വേദയ്ക്ക് കൊടുക്കും. അയ്യോ അത് അച്ഛനെ തന്നെ കൊടുത്തോ, വേണ്ട വേദ കുടിച്ചോ എന്ന് പറയട്ടോ. വേണ്ട, ഞാൻ മാഷക്ക് വേറെ എടുത്തോളാം എന്ന് പറയും. എന്നാൽ എനിക്ക് വേറെ എടുത്താൽ മതി, അത് അച്ഛനെ തന്നെ കൊടുത്തോളാൻ പറയും. അങ്ങനെ മാഷ് കട്ടൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേദ മാഷോട് ചോദിക്കുകയാണ്, ഞാൻ വിക്രത്തിൻ്റെ കേസ് ഉണ്ടല്ലോ അച്ഛ, പണ്ടത്തെ ആ കേസ് വാദിച്ചിരുന്ന ചക്രപാണി സാറിൻ്റെ അടുത്താണ് ജോലി ചെയ്യുന്നതെന്ന് പറയാം കേട്ടോ. ഓ, അദ്ദേഹം ഇന്ന് അതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പോൾ അത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അദ്ദേഹത്തിന് വലിയ ഓർമ്മ ഒന്നുമില്ല, പക്ഷേ ഡീറ്റെയിൽസ് ഒക്കെ കമ്പ്യൂട്ടറിലുണ്ട്, ഞാനതൊക്കെ പരിശോധിച്ചു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതെ. അപ്പോൾ വേദ പറയാണ്, അച്ഛാ അന്ന് വിക്രം ഈ ഒരു കുറ്റസമ്മതം നടത്തിയിട്ട് വേറെ അന്വേഷണങ്ങളൊന്നും ഉണ്ടായില്ലേന്ന് ചോദിക്കാൻ കേട്ടോ. കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ പോലീസിന് പിന്നെ അന്വേഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ വേദ പറയാണ്, വിക്രം ആ മയക്കുമരുന്ന് അച്ഛൻ്റെ ബാഗിൽ വെച്ചു എന്നുള്ളത് മാത്രമല്ലേ, അത് ആര് കൊടുത്തു, എന്തിനു കൊടുത്തു, വിക്രം സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ടാണോ അത് വാങ്ങിച്ചത്, അതോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ വാങ്ങിച്ചത്, അങ്ങനെയുള്ള ഒരു അന്വേഷണങ്ങളും ഉണ്ടായില്ലല്ലോ അച്ഛാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ കുറ്റം സമ്മതിച്ചല്ലോ, അപ്പോൾ പിന്നെ അവർക്കതൊന്നും അന്വേഷിക്കേണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും എന്ന് പറയുകയാണെ. അപ്പോൾ വേദ പറയും, വിക്രം അങ്ങനെ സമ്മതിച്ചത് അത് തെറ്റായി കൂടെ അച്ഛാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാഷിങ്ങനെ ഒന്നും മിണ്ടാതെ വേദനെ നോക്കി നിൽക്കുന്നു കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.